ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ എങ്ങനെ പോകുന്നു LDC പഠനമൊക്കെ? തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജമൊക്കെ ഇപ്പോഴും ഉണ്ടോ എല്ലാവർക്കും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠനം വളരെയധികം മുറുകും തോറും നമ്മളുടെ മനസ്സിൽ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ പഠിക്കേണ്ടതുണ്ടോ? ഇനി ഇതൊക്കെ പഠിച്ചാൽ തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കുമോ ചോദിക്കുക? എനിക്കിതൊക്കെ കിട്ടാനുള്ള ആ ഒരു ഇതുണ്ടോ? അത്രയ്ക്കുള്ള ബ്രില്യൻസ് ഒക്കെ എനിക്കുണ്ടോ എന്നൊക്കെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരേ സമയം നമ്മൾ വളരെയധികം ശ്രമിച്ചിങ്ങനെ പഠിക്കാൻ ശ്രമിക്കും തോറും അതിനെ പിന്നോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ കുറേയധികം ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നോ നമ്മൾ ചിലപ്പോൾ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ കേൾക്കാം. ഒരിക്കലും അതിനൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും എക്സാമ്പിൾ ഞാനെന്നല്ല, നിങ്ങൾക്ക് പറയാം, മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കുറേയധികം ആൾക്കാരുടെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണ് ഈ കഴിഞ്ഞ സാറ്റർഡേ നടന്ന വേൾഡ് കപ്പ് അല്ലേ. നമ്മൾ അവസാന നിമിഷം വിചാരിച്ചു ആ ഒരു ഇതിൽ കിട്ടില്ല, കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചത് അല്ലേ. ആ വേൾഡ് കപ്പിൽ കേവലം 20 ബോളും 20 റൺസും മാത്രം സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് ജയിക്കുമ്പോൾ ഉറപ്പല്ലേ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുക അല്ലേ. കാരണം അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ. ഇന്ത്യക്ക് ഇനി ഇങ്ങനെ കിട്ടും, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതാക്കിയ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്നാണ് ആ ഒരു ഗെയിം തന്നെ ഗെയിം ചേഞ്ചേഴ്സ് അതിൽ വന്നത് അല്ലേ. ആ ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്നത് വരെ എല്ലാവരുടെയും ഹോപ്പും ആ ഒരു കണ്ടു നിൽക്കുന്നവരുടെ ആ ഒരു മനസ്സ് പോയി എന്നുള്ള രീതിയിലായിരുന്നിരിക്കണം അല്ലേ. എന്നാലും അതാ കളിക്കുന്നവരുടെ അവരുടെ മനസാന്നിധ്യം, അവരിൽ അർപ്പിച്ച ആ ഒരു കോൺഫിഡൻസ്, അവർ ചെയ്ത ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ടീം വർക്കിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് ആ വേൾഡ് കപ്പ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത് അല്ലേ. നമ്മുടെ മനസ്സൊന്നല്ല, അവരുടെ മനസ്സൊന്ന് പതറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു പ്രഷറിലും, ആ ഒരു ഗെയിമിൻ്റെ ആ പ്രഷറിലും അതിനെയൊക്കെ തരണം ചെയ്ത് അവരുടെ ആ ഹാർഡ് വർക്കിൽ വിശ്വസിച്ചു, ഇനിയും ശ്രമിക്കാം, കഴിഞ്ഞിട്ടില്ല, കൈവിട്ടിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്തു അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് തോന്നും ഇനി കാര്യമില്ല, കൈവിട്ടു പോയിന്ന്. അങ്ങനെയൊന്നുമല്ല. ഒരിക്കലും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല. നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് സമയമെടുത്ത് ആലോചിച്ചാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ട് എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക എല്ലാവരും. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണോ അത് മാക്സിമം നന്നായി ചെയ്യുക. കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ വേണ്ട, അത് അപ്പോൾ നോക്കാം. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ചോദ്യ പേപ്പർ കണ്ട് അതിലത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് അതിൻ്റെ മാർക്കൊക്കെ വന്നിട്ടല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട്, കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്നാലല്ലേ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ മനസാന്നിധ്യം കൈവിടാതെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. LDC 2024 വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ കുറേയധികം സബ്ജക്ട്സിൻ്റെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ റിമൈനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേരള ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ നമുക്ക് നോക്കാം. കാരണം ജസ്റ്റ് സിലബസിൽ കുറേ പോർഷൻസ് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടുതലും ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തേൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേവലം നമ്മളൊരു പോർഷൻ മാത്രം പറഞ്ഞു പോയാൽ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇതുവരെ കണ്ടതും പഠിച്ചതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ കേരള ഗവേണൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 5 മാർക്സാണ് ഈ ഒരു പോർഷനിൽ നിന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോർഷൻസാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. കാരണം നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ ഇതിലത്തെ ഓരോ പോർഷൻസ് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ പഠിക്കുകയാണ് എങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. ആരും ഭയപ്പെടുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ. അയ്യോ, കുറേയധികം കാര്യങ്ങൾ, കുറേ ടേംസ്, കുറേ റൂൾസ്, ആക്റ്റുകൾ എന്നൊക്കെ നമുക്ക് തോന്നും. എനിവേസ് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചു നോക്കുക. ആദ്യത്തെ ഒരു തവണ കിട്ടണമെന്നില്ല, രണ്ടാമതും മൂന്നാമതും നോക്കുക. പിന്നെ നമ്മൾ അതിൽ ഏറ്റവും
പറഞ്ഞ പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിനുള്ള സമയം നമുക്കിനിയുള്ളൂ അല്ലേ. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തേൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കി, ആദ്യത്തത് കേരള സിവിൽ സർവീസ്, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേരള സിവിൽ സർവീസ് എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ഒരു സ്പേസ് വിട്ടതിന് ഒരു കാരണമുണ്ട്. ഈ പറയുന്ന സിവിൽ സർവീസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നമ്മൾ UPSC കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. UPSC കുറിച്ച്, അതായത് അതിൽ സെൻട്രൽ സിവിൽ സർവീസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കേരള സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റേറ്റ് സർവീസസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് PSC ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എനിവേസ് ഇവിടെ കേരള സിവിൽ സർവീസ് പഠിക്കുമ്പോൾ നമ്മളിവിടെ ഭരണവുമായിട്ട്, അത് കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, KCS അഥവാ കേരള സിവിൽ സർവീസിനെ നമ്മൾ സ്റ്റേറ്റ് സർവീസസ് എന്നും അതുപോലെ തന്നെ സബോർഡിനേറ്റ് സർവീസസ് എന്നും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ടും ഏതൊക്കെയാണ് ഈ സ്റ്റേറ്റ് സർവീസസിൽ പെടുന്നത്, സബോർഡിനേറ്റ് സർവീസസിൽ പെടുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ് സർവീസസും സബോർഡിനേറ്റ് സർവീസസും നോക്കുകയാണെങ്കിൽ കുറേയധികം നമ്മൾ കാണും. കുറേ സർവീസസ് ഉണ്ട്. അയ്യോ ഇതൊക്കെ മുഴുവൻ കാണാതെ പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. എന്താണെന്നറിയോ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് സർവീസസിൽ ആക്ച്വലി വരുന്ന ആരൊക്കെയാണെന്നറിയോ, ഗസറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്. ഓക്കെ, ഗസറ്റഡ് ഓഫീസേഴ്സാണ്. ഇത് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് സർവീസസ്, ഓക്കെ, സബോർഡിനേറ്റ് സർവീസസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. സ്റ്റേറ്റ് സർവീസസിൽ കുറേയധികം നമുക്ക് കാണാൻ സാധിക്കും, സബോർഡിനേറ്റ് സർവീസസിൽ നമുക്ക് കുറേയധികം കാണാൻ സാധിക്കും. ഒരു ചോദ്യം മുൻപ് വന്നത് ഇങ്ങനെയായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ കേരള സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ കേരള സബോർഡിനേറ്റ് സർവീസസിൽ വരുന്നത് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ കുറേ സർവീസസ് കാണും. അപ്പോൾ ഇതെങ്ങനെ വേണം പഠിക്കാനെന്നറിയോ, നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റിലെ ഏതൊരു സർവീസ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബോർഡിനേറ്റ് സർവീസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കേരള അഗ്രികൾച്ചറൽ സർവീസ്. ഓക്കെ, കേരള അഗ്രികൾച്ചറൽ സർവീസ്, ഇത് KS അല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ല, അഗ്രികൾച്ചറൽ സർവീസ്. ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം ആക്കി എഴുതുന്നുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്. എന്താ, കേരള അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരള അനിമൽ ഹസ്ബൻഡറി സർവീസ് പറയുകയാണെങ്കിൽ കേരള അനിമൽ ഹസ്ബൻഡറി സബോർഡിനേറ്റ് സർവീസ്. അതായത് എന്ത് സ്റ്റേറ്റ് സർവീസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്, എക്സെപ്റ്റ് 3 ഒഴിച്ച്. ഓക്കെ, ഏത് സ്റ്റേറ്റ് സർവീസ് എടുത്താലും ഒരു സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്. പക്ഷേ നമ്മൾ 3 സ്പെഷ്യൽ സബോർഡിനേറ്റ് സർവീസസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റിവേഴ്സിൽ ഇവിടെ ഒരു സ്റ്റേറ്റ് സർവീസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇതാണ്, ഈ പറയുന്ന കേരള സബോർഡിനേറ്റ് സർവീസിൽ വരുന്ന നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നത് 3 സബോർഡിനേറ്റ് സർവീസുകൾ. ഓക്കെ, അത് നോക്കിയാണ് നമ്മൾ അതനുസരിച്ചായിരിക്കും ഒബ്വിയസ്ലി ചോദ്യകർത്താവ് ചോദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഏതൊക്കെയാണെന്നറിയോ ആ സബോർഡിനേറ്റ് സർവീസസ്? കേരള, ഞാൻ ഇവിടെ ഷോർട്ട് ഫോമേ എഴുതുന്നുള്ളൂ, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ കേരള പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സർവീസ് ഉണ്ട്. ഈ 3 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സബോർഡിനേറ്റ് സർവീസസിൽ വരുന്നതാണ്. അതിൽ ഈ പറയുന്നത് ബാക്കി എന്ത് നമ്മൾ കേരള സ്റ്റേറ്റ് സർവീസ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സബോർഡിനേറ്റ് സർവീസ്, ആ പേരിൻ്റെ കൂടെ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞ് ചേർത്തിട്ടുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് മാത്രം എന്താണ്, ഇതിൽ സബോർഡിനേറ്റ് സർവീസസിൽ സ്പെഷ്യലായിട്ട് ഈ 3 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇപ്പുറത്ത് എന്തില്ല, ഒരു സ്റ്റേറ്റ് സർവീസ് കാണാൻ സാധിക്കില്ല. ഓക്കെ, അതായത് ആ പേരിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓപ്ഷൻസ് തരാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരാം. അപ്പോൾ ഇതിൽ സ്പെഷ്യലി നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ത്, സ്റ്റേറ്റ് സർവീസ്, സബോർഡിനേറ്റ് സർവീസ്. അപ്പോൾ ഈ 3 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പേരുകൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കേരള ആദ്യത്തേതാണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, അതുപോലെ രണ്ടാമത്തേതാണ് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, മൂന്നാമത്തേത് കേരള പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സർവീസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് സർവീസ്, സബോർഡിനേറ്റ് സർവീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ പറയുന്ന കേരള സിവിൽ സർവീസിൽ അടുത്തൊരു സംഭവമാണ്, മെയിനായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. എന്താണെന്നറിയോ, നമ്മൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, അതായത് ഈ പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ അതായത് നമ്മൾ ഈ പറഞ്ഞ കേരള സിവിൽ സർവീസിൻ്റെ നിയമന സേവന വേതന ചട്ടങ്ങൾ, മലയാളം പറയുകയാണെങ്കിൽ എങ്ങനെയായിട്ടോ പറയാം, കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ് എടുത്തിരുന്നത് ആർട്ടിക്കിൾ 309 ആണ് കേട്ടോ. അപ്പോൾ ഈ
രൂപീകരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ സർവീസ് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ രൂപീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഒരു 309 മുതൽ നമ്മളൊരു 323 വരെ ഉണ്ട് ഒരു ആർട്ടിക്കിൾ. ഈ പറയുന്ന യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച് പറയുന്നതാണ്. ഈ ആർട്ടിക്കിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൽ എസ്പെഷ്യലി നോട്ട് ചെയ്ത് വെക്കേണ്ട ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 311 അതുപോലെ ആർട്ടിക്കിൾ 312 എന്നുള്ളതാണ്. 311 എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 312. ഓക്കെ, ഇപ്പോൾ 311 ഞാൻ എക്സാമ്പിളിൽ പറയുകയാണ്. ഒരു ജീവനക്കാരനെതിരെ എന്തെങ്കിലും ഒരു കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാലും അയാൾ പറയുന്നത് കേൾക്കാനും അതുപോലെ തന്നെയാണ് അവസരം, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ജീവനക്കാരനെതിരെ കുറച്ച് കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ സംബന്ധിച്ചിട്ട് എന്തായാലും ഒരു അന്വേഷണ പ്രക്രിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രക്രിയ നടത്താതെയും അതുപോലെ തന്നെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാതെയും ഒരിക്കലും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ അതുപോലെ നീക്കം ചെയ്യാനൊന്നും സാധിക്കില്ല. അയാളുടെ റാങ്ക് താഴ്ത്താനൊന്നും സാധിക്കില്ല. ദേ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 311 എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആർട്ടിക്കിൾ 312 സ്ഥിരം ചോദിക്കുന്നതാണ്, ഓൾ ഇന്ത്യ സർവീസസിനെ സംബന്ധിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ടതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്, അതായത് ഏതാന്ന് പറയാം, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള പബ്ലിക് സർവീസ് ആക്ട് KPSC, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെപ്റ്റംബർ 17 വന്നതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇനി അതായത് സർക്കാർ സർവീസിലേക്കുള്ള നിയമനമാണെങ്കിലും ശരി, സേവന വ്യവസ്ഥകൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് രൂപീകരിക്കുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയിപ്പോൾ പുതിയൊരു സർവീസ് നിയമമാണ്, ഇപ്പോൾ നിലവിലെ ഏതെങ്കിലുമുള്ള സർവീസിൻ്റെ നിയമങ്ങളാണെങ്കിലും അതിൻ്റെ ഭേദഗതികളാണെങ്കിലും പുതിയ എന്തെങ്കിലും സർവീസ് നിയമങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും രൂപീകരിക്കാനൊക്കെ ആണെങ്കിലും അതൊക്കെ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ ഈ ഒരു ആക്ട് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കേരള സിവിൽ സർവീസസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പോർഷനിൽ നിന്നാണ് പഠിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ബ്യൂറോക്രസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അതായത് നമ്മൾ പറയുന്ന സ്ഥിരം ഒരു വാക്കുണ്ട്, പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് എന്താണ്? ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതിന് ഒരു പൊതുവായ സവിശേഷതകളുണ്ട്, ഒരു 5 സവിശേഷതകളുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വെബേഴ്സ് ഐഡിയൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് കേരള സിവിൽ സർവീസും സംസ്ഥാന സിവിൽ സർവീസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ UPSC ആണ്. അപ്പോൾ അതിലത്തെ ഒരു പോയിന്റ്, അതായത് കേരള നമുക്കറിയാം, അതായത് സെൻട്രൽ സിവിൽ സർവീസ്, കേന്ദ്ര സിവിൽ സർവീസും, ഓക്കെ, കേന്ദ്ര സിവിൽ സർവീസും അതുപോലെ കേരള സിവിൽ സർവീസും, ഇതിൽ കുറച്ച് ഡിഫറൻസസ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തൊരു പെട്ടി ധരിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ UPSC, SPSC അഥവാ നമ്മുടെ KPSC ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിൽ UPSCയിലെ ചെയർമാൻ അംഗങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ പഠിക്കും? കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും അല്ലേ? ആരെയാണ് നിയമിക്കുന്നത്, കാലാവധി എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്തുന്ന ഏജൻസിയാണ് ഇത് UPSC. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കേരള PSC ആണ് അല്ലേ? അപ്പോൾ ഇതിലുള്ള ആ ഒരു അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? അപ്പോൾ അതിൽ പഠിച്ചുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡന്റ് ആണ് അല്ലേ? ഇവിടെ പ്രസിഡന്റും അവിടെ ഗവർണറുമാണ്. എന്നാൽ ഇതിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരാ? പ്രസിഡന്റാണ്. അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു JPSC എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് പഠിക്കേണ്ടത്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. എന്നാൽ JPSCയോ, അതായത് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം എന്താ? 2 സംസ്ഥാനങ്ങളിൽ ചേർന്ന് അത് ഇതിനും കൂടെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ, അവർ പറയുന്നതിനനുസരിച്ചല്ലേ ഫോം ചെയ്യുക, ഒരു നിയമം വെച്ചിട്ടാണത് ഉണ്ടാക്കുക. ഓക്കെ, അതുകൊണ്ട് അതെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് ട്വിസ്റ്റ് ചെയ്യാൻ, അതായത് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് രണ്ടുമാണെങ്കിൽ അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ ആയിരിക്കില്ലേ എന്നുള്ളൊരു സംശയം വരരുതല്ലോ. അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ പറയുന്ന കേരള സിവിൽ സർവീസസ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കേണ്ട കുറച്ച് റൂൾസിൽ വരുന്ന ഒന്നാണ് KS ആൻഡ് SSR റൂള് 1958. അതായത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ഈ പറയുന്ന, അതായത് ഇപ്പം ഞാൻ എഴുതുന്ന റൂൾസൊക്കെ ഒന്ന് വർഷം മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ ആർട്ടിക്കിൾസ് കുറേ നോക്കാനൊന്നും പറയുന്നില്ല, കാരണം കുറേ അധികം ഉണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എത്രത്തോളം നോക്കും അല്ലേ? എന്നാലും ഈ റൂൾസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് താഴെ പറയുന്നവയിൽ കേരളത്തിലെ സർവീസ് ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെങ്കിലും വെച്ചേക്കുക. KS ആൻഡ് SSR, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഉണ്ട്. അതുപോലെ തന്നെ KSR 1959, ആ ഓർഡറിൽ തന്നെ പറയാം കേട്ടോ, 1959, അതായത് കേരള സർവീസ് റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ കേരള സിവിൽ സർവീസസ്, ജസ്റ്റ് ഷോർട്ട് ഫോം എഴുതുന്നുള്ളൂ കേട്ടോ.
കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ 1960. അപ്പോൾ 58 ഒരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 59 പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 60. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, എന്താണ്? കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾസ്. ഓക്കെ, കണ്ടക്ട് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതും 1960 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ ഒരു സംഭവം വർഷങ്ങൾ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ KS&SSR 1958, KSR 1959, അതുപോലെ കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ 1960, കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960. ഇത്രയും റൂൾസുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് സർവീസ്, സബോർഡിനേറ്റ് സർവീസ്, ഇത്രയും കാര്യങ്ങൾക്ക് അത്യാവശ്യം കേരള സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദിച്ചായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ എന്താണ് KS, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 2018 ജനുവരി 1 വന്നത് അല്ലേ. അപ്പോൾ അതും ഏത് ആക്ടിൻ്റെ ബേസിസിലാണ്? നമ്മൾ 1968 കേരള പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് പറയില്ലേ, കേരള പബ്ലിക് സർവീസ് ആക്ട്, അത് തന്നെ അതിൻ്റെ ബേസിസിൽ തന്നെയാണ് ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അത്യാവശ്യം കേരള സിവിൽ സർവീസിൽ നിന്ന് നല്ലോണം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്ന് നോക്കി വെച്ചേക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. 243K 243Z എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ ആൾ ആരായിരുന്നു, അതിലത്തെ എന്താ പറയുക ചെയർമാൻ എന്നുള്ളത് നോക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്ന ആരാണ്, നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എന്താണ്, ഒരു ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്. ഓക്കെ, സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുക, നിലവിൽ ആരാണെന്നും കൂടെ ഉള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സഞ്ജയ് കൗളാണ് നിലവിലുള്ള ആൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ഏതാണ്? കേരള PSC. കേരള PSCനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എന്താണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിഫറൻസിൽ പറഞ്ഞതായിരുന്നു അല്ലേ, എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്നത്, അതായത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്, റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അല്ലേ. അപ്പോൾ അതിലെ PSC അംഗങ്ങളുടെ കാലാവധി അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ ആദ്യത്തെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത്, ഓക്കെ, അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു, പിന്നീട് ശേഷം അതായത് നമ്മുടെ 1956 ശേഷം ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ച് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ നമുക്ക് നോക്കേണ്ടത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അതായത് നമുക്കറിയാം, അതായത് കാറ്റ് ഉണ്ട്, ഈ കാറ്റ് അല്ല, കാറ്റ് അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്, സാറ്റിലെ ഒരാളാണ് നമ്മുടെ കാറ്റ്, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒന്ന് ഷോർട്ടാക്കി എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാറ്റും കൂടെ മാറിപ്പോകരുത്. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചില ചോദ്യപേപ്പറുകളിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ലോകായുക്ത അത്യാവശ്യം നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞല്ലേ, ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കേണ്ട, അതായത് ഈ പറഞ്ഞ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണവും കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ഒരു സംഭവമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ചോദ്യപേപ്പറുകളിലും കാണാറുണ്ട് അതിൻ്റെ ഘടന. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, സ്ഥിരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2008 ഓഗസ്റ്റ് 11 ഒരു ആക്ട് വരുന്നത് അല്ലേ, അതിനെ സംബന്ധിച്ച് ആക്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീയതിയാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ പരീക്ഷയൊക്കെ ആയിരുന്നു 2021. അതിൽ ചോദിച്ചേക്കുന്നത് ഇതായിരുന്നു, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ളതാണ് എന്താണ് നെൽവയൽ, എന്താണ് തണ്ണീർത്തടം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. തണ്ണീർത്തടത്തിൽ ആരൊക്കെ വരും, നെൽവയൽ വരുമോ, നദികൾ വരുമോ, ഇല്ല അല്ലേ. നെൽവയലുകളും നദികളും ഒഴികെയുള്ള ഒരു ഉപരിതലം വരെ, അതായത് ഇപ്പോൾ ജലത്തിൻ്റെയൊക്കെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ കായൽ, അഴിമുഖം, അതുപോലെ കണ്ടൽക്കാടുകൾ വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തണ്ണീർത്തടത്തിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, തൊഴിലാളികൾക്കുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പദ്ധതികൾ, അത് വളരെയധികം പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതികളും ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സാമൂഹിക സുരക്ഷിതത്വം, ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ICDS ചോദിച്ച് കണ്ടിട്ടുണ്ട്.
ഇതിലൊക്കെ, അതായത് ഏത് ഇതിലാണ് വന്നത്, ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഇതായിട്ടാണ് ICDS എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ICDS ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുടുംബശ്രീ ഇനിയും ഉണ്ട് ധാരാളം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കണ്ടേക്കുന്നത് ഏതൊക്കെയാണ്? കുടുംബശ്രീയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ കുടുംബശ്രീയൊക്കെ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കുടുംബശ്രീയുടെ ഘടന എന്നാണ് വന്നത്, എവിടെയാണ് ആദ്യം വന്നത്, ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുടുംബശ്രീ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ICDS സ്കീമല്ല കേട്ടോ, ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്നാണ് കേട്ടോ ES ഉദ്ദേശിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ വനിതാ ശിശു വികസന പദ്ധതികൾ. ഇതിനെ സംബന്ധിച്ചുള്ള പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം പദ്ധതികൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഉണ്ട് അല്ലേ. ദെൻ അതിലും ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന സംഭവം പറയാം. അപ്പോൾ ജനറലായിട്ടാണ് കുടുംബശ്രീയുടെ ഘടന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നോക്കേണ്ട ഒരു ഏരിയ ഏതാണെന്നറിയോ? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്നുള്ളത് കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നീട് ഭവന പദ്ധതികളിൽ ഇന്ദിരാ ആവാസ് യോജന IAY, അതിൻ്റെ ഷോർട്ട് ഫോംസ് ആണ് എഴുതിയിരിക്കുന്നത്, PMAYG, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഇങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ചുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ കൂടുതലും നോക്കുക. പിന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുണ്ട്. ഒരുവിധം പദ്ധതികളും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളിൽ MDM സ്കീം എന്താ ഉദ്ദേശിക്കുന്നത്? മിഡ് ഡേ മീൽ കേട്ടോ, മിഡ് ഡേ മീൽ സ്കീമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ AAY എന്താ? അന്ത്യോദയ അന്ന യോജന. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കുക എന്താണ് AAYയിൽ, അതായത് എങ്ങനെയുള്ളവർക്കാണ് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, എത്ര കിലോ വെച്ച് അരി കിട്ടുന്നു എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ എന്താണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013, അതിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ്, ഈ പറയുന്ന ശുചിത്വ പദ്ധതികളാണ്. ശുചിത്വ പദ്ധതികൾ അത്യാവശ്യം നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ, അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിർമ്മൽ ഭാരത് അഭിയാൻ, അതുപോലെ തന്നെ എന്താണ് സ്വച്ഛ് ഭാരത് അഭിയാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതാണ് കേട്ടോ വരിക. അപ്പോൾ അത് ഇതാക്കിയപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു എറർ വന്നതാണ് ഇവിടെ. ഇത് ആക്ച്വലി അടുത്തൊരു സെക്ഷനാണ്, 13 എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത് അടുത്തൊരു ഏരിയയാണ് ഈ പറയുന്നത്. അപ്പോൾ ശുചിത്വ പദ്ധതികളിൽ ഏതൊക്കെയാണ് വരിക ഒന്നും കൂടെ പറയാം. നോക്കി, നിർമ്മൽ ഭാരത് അഭിയാൻ ഷോർട്ട് ഫോം എഴുതുന്നുള്ളൂ, സ്വച്ഛ് ഭാരത് അഭിയാൻ പോലെയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഏതാണെന്നറിയോ? ഈ പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് ഗ്രാമീണ വികസന പദ്ധതികൾ കേട്ടോ, ഗ്രാമീണ വികസന പദ്ധതികൾ. ഓക്കെ, അപ്പോൾ അതൊരു ടൈപ്പിംഗ് എറർ വന്നതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, ഗ്രാമീണ വികസന പദ്ധതികൾ. അതിലാണ് കേട്ടോ ആക്ച്വലി NRDP, JGSY ഒക്കെ വരാം. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കി, NRDP അതായത് നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അത് നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1982. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ജവഹർ ഗ്രാം സമൃദ്ധി യോജന JGSY, അത് ആരുടെ ഏത് 5 ഇയർ പ്ലാനിൻ്റെ ഇതിലാണ് വന്നത്? അതായത് ഇപ്പോൾ ഓരോ 5 ഇയർ പ്ലാൻസിൽ വന്നതുണ്ട്, അതെന്താണ് സ്പെഷ്യൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ PMGSY എന്താണ്? പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന. അതുപോലെ DDUGJY, അതായത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. കൂടുതലും PMGSYയും NRDP ഒക്കെയാണ് സാധ്യത. ദെൻ ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ അന്നയോജന, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസൊക്കെ തന്നെയാണ്. ഓക്കെ, ദെൻ 14ാമത്തെ ഒരു പോർഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പെൻഷൻ പദ്ധതികൾ, അതുപോലെ ഇൻഷുറൻസ് പദ്ധതികൾ, കേരള സർക്കാരിൻ്റെ മറ്റ് പദ്ധതികൾ, മെഡിസെപ്പ് പോലുള്ളത്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് എന്നുള്ളതല്ല, നമ്മളിപ്പോൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ മ്യൂച്വൽ പെൻഷൻസ്, അതുപോലെ അതിന് മുമ്പുണ്ടായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ സ്പാർക്ക് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു സ്പാർക്ക് എന്താണെന്നൊക്കെ. ഓക്കെ, അതായത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വിതരണ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന സ്പാർക്ക് കേട്ടോ. അപ്പോൾ ഈ സ്പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ സ്പാർക്കിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫുൾ ഫോമുകൾ വളരെയധികം ചോദിച്ചിട്ടുണ്ട്. എന്താണ് സ്പാർക്ക് എന്നൊക്കെ പറയുന്നത്? സ്പാർക്ക് എന്ന് പറഞ്ഞാൽ സർവീസ് ആൻഡ്
പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള എന്നുള്ളതാണ്. അതിനൊരു ഓരോ ഉദ്യോഗസ്ഥർക്ക് ഒരു പെൻ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അതായത് പെർമനൻറ്റ് എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് വളരെയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഈ പറയുന്ന ഓരോ സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, സ്പാർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ഈ മെഡിസെപ്പ്. എന്താണ് മെഡിസെപ്പ്? മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ ഫുൾ ഫോമും കൂടി ഈ മെഡിസെപ്പിൻ്റെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. അതുപോലെ തന്നെ കുറേയധികം കേരള ഗവേണൻസ്, അതായത് ഈ പറയുന്ന ഈ ഒരു ഏരിയയിൽ കുറേയധികം സംഭവങ്ങളുണ്ട്. കുറേയധികം, അതായത് ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ്, ഈ ഓഫീസ്, ഈ സേവനം, ഈ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ വെച്ച് നോക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോർഷൻസും കൂടി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നോക്കുക. കാരണം കുറേയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, കുറേയധികം സ്കീമുകളുണ്ട്. ഇപ്പോൾ സുലേഖ, അങ്ങനെ ഇപ്പോൾ കേരള ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും. സൂചിക, സഞ്ജയ, സാകേതം എന്നൊക്കെ പറയാം. അതായത് ഇങ്ങനത്തെ കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേയധികം പോർഷൻസ് ഉള്ളതുകൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പം അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. കുറേ ചോദിച്ച് കണ്ടേക്കുന്നത് നന്നായിട്ട് നോക്കുക. അതുപോലെ ഈ പറഞ്ഞ പോർഷൻസ് നല്ല രീതിയിൽ, അതായത് പഠിക്കുന്നത് എന്തോ അത് മാക്സിമം നല്ല രീതിയിൽ മനസ്സിരുത്തി തന്നെ പഠിക്കുക. ആ പോർഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ ഭാഗത്തിന്. ഓക്കെ, അപ്പോൾ ഒട്ടും അറിയാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ആൻസർ ചെയ്യാതിരിക്കുക. കാരണം അത് നെഗറ്റീവ് ഇതിലേക്ക് ഇതാക്കുള്ളൂ. അതുപോലെ ഫോണൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ട സംഭവങ്ങളാണ് കേട്ടോ. അതൊന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തില്ല, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഫോൺ എന്ന് പറയുന്ന സംഭവം എന്താണ് അതിൻ്റെ ഫുൾ ഫോം? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ അത് ആ ഫുൾ ഫോമുകൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. ഇപ്പോൾ ഫുൾ ഫോമുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരെണ്ണം പറയാം, ഏതാണ് ഒരു വീഡിയോ ചെയ്യാം. അതായത് ഫോൺ, കിഫ്ബി, അങ്ങനെയുള്ള കുറേയധികം ഫുൾ ഫോംസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കൂടെ കുറച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഓരോ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. ഫോൺ പഠിക്കണം അല്ലെങ്കിൽ കിഫ്ബി ഒന്ന് നോക്കണം എന്നൊക്കെ പറയാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.